ഒരു ചോദ്യം, ദൈവത്തിന്റെ ദാസന്മാർ മരിച്ചപ്പോൾ ലോകം ഉത്സവം ആഘോഷിച്ചാൽ, ശവം തെരുവിൽ കിടക്കുമ്പോൾ സമ്മാനങ്ങൾ കൈമാറി സന്തോഷിച്ചാൽ, വെളിപ്പാട് 11 2 സാക്ഷികൾ കൊല്ലപ്പെടുന്നു. കൊന്നതാരാണ്? ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം. ലോകം പറഞ്ഞു ഇനി ആ ശബ്ദമില്ല, പക്ഷെ ദൈവം പറഞ്ഞു ഇനി ജീവനുണ്ട്. ആ ജീവൻ വന്നതും അവർ ഉയർത്തെഴുന്നേറ്റ് നിന്നതും പിന്നീട് അവർക്ക് എന്തു സംഭവിച്ചുമെന്നുള്ളതുമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. അതിന്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തി. ദൈവം വരം കൊടുത്ത് ഭൂമിയിലേക്ക് അയക്കുന്ന 2 സാക്ഷികളെ നമ്മൾ കണ്ടു. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ സാക്ഷികൾ ഭൂമിയിൽ വന്നിട്ട് ഇവിടെ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്നാണ് നമ്മൾ 6ാമത്തെ വാക്യം മുതൽ 14ാമത്തെ വാക്യം വരെ നമ്മൾ മനസ്സിലാക്കുന്നത്. സാക്ഷികൾ ദൈവം അയച്ചതാണ്. സാക്ഷികൾ ഇവിടെ ഭൂമിയിൽ വരുന്ന സമയത്ത് ഭൂമിയിലുള്ള മനുഷ്യർ സത്യദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 2 സാക്ഷികൾ ഇവിടെ വരുന്നത്. നമ്മൾ 6ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പൊ ദൈവം അവിടെ അവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. ആലോചിച്ച് നോക്ക്, നമുക്ക് തന്നെ ഇവിടെ വർഷത്തിന് കിട്ടേണ്ടുന്ന വർഷം കറക്റ്റായ സമയത്ത് കിട്ടാതിരുന്നാൽ നമ്മൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാകുമെന്ന്. പക്ഷെ ദൈവം ഇവിടെ ഈ സാക്ഷികളെ അയക്കുമ്പോൾ ആകാശം അവർക്ക് അടച്ചു കളയാം. മഴ ഇവിടെ കിട്ടാതെ ആകാശത്തെ അടച്ചു കളയുവാനുള്ള അധികാരം അവർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നാം കുടിക്കാൻ പലപ്പോഴും നമുക്ക് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ മനുഷ്യന് അധികകാലം ജീവിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഓർഗൻസ് എല്ലാം ദിനം പ്രതി കഴുകി ശുദ്ധീകരിച്ചു വരണം. ഈ കഴുകി ശുദ്ധീകരിച്ചു വരണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം. നമുക്കൊരു അസുഖം വന്നാലും ഡോക്ടർമാർ നമ്മളോട് പറയുന്നതാണ് ശുദ്ധമായിട്ടുള്ള വെള്ളം ധാരാളം കുടിക്കൂ. അപ്പൊ ധാരാളം വെള്ളം കിട്ടാതെ ധാരാളം വെള്ളം കുടിക്കാൻ കിട്ടാതെ വെള്ളമെല്ലാം മലിനമാകുന്ന ഒരു അവസ്ഥയിലേക്ക്, പുതുമഴ പെയ്തും വെള്ളം ലഭിക്കുവാനോ ഉള്ള വെള്ളം അവർക്ക് ലഭിക്കുവാനോ പറ്റാത്ത രീതിയിൽ അവിടുത്തെ വെള്ളത്തെ രക്തമാക്കി കളയുവാനുള്ള അധികാരം അവർക്ക് ലഭിച്ചു. അത് മാത്രവുമല്ല, അവർ ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അതൊരു അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അവർ ഇച്ഛിക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എവിടെയൊക്കെ ദൈവത്തിന് നിഷേധം കാണുമ്പോഴൊക്കെയും അവരുടെ ഉള്ളിൽ അവരെ പീഡിപ്പിക്കാനുള്ള അനുമതി അവർക്ക് ലഭിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് തന്നെ ആയിരുന്നാലും പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് കൃത്യമായിട്ട് ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കും അവിടെ ഒരു വിഷമം വരികയാണ്, ഒരു സങ്കടം വരികയാണ്. മറ്റുള്ളവരെ പീഡിപ്പിക്കാനുള്ളതല്ല, കാരണം അവരോട് കനിവ് തോന്നുകയാണ്. ഇവർ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് അവരോടൊരു കനിവ്, ഒരു സങ്കടം തോന്നുകയാണ്. സത്യമറിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ തിരിച്ച് ദൈവത്തിലേക്ക് വന്നെങ്കിലെന്ന് നമ്മൾ ഹൃദയംഗമമായി ആഗ്രഹിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ സാക്ഷികൾ അവിടെ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിലല്ല. അവർ സകല ബാധ കൊണ്ടും, എന്തൊക്കെ ബാധകളുണ്ടോ അതൊക്കെ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള സകല ജീവചരാചരങ്ങൾക്കും ആ ദണ്ഡനം വരികയാണ്. ആ ഒരു അധികാരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. 7ാമത്തെ വാക്യം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അപ്പൊ ദൈവം അയച്ചതാണ്, ദൈവം വരം കൊടുത്തയച്ചതാണ്. അവർക്ക് കൊടുത്തേക്കുന്ന സമയമുണ്ട്. നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഇവർക്ക് കൊടുത്തേക്കുന്ന സമയം 1260 ദിവസമാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സമയം. ഈ സമയത്തിനകത്ത് വെച്ച് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഈ സമയം തീർന്നു കഴിയുമ്പോൾ
അപ്പൊ അവിടെ ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. ആഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇരുട്ടാണ്. സാത്താനിക അധികാരത്തോടുകൂടി ഉയരുന്ന, ദൈവസാക്ഷികളെ കൊല്ലുന്ന, അല്ലെ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരെ തോൽപ്പിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ള ഒന്നിനെയാണ് ഈ മൃഗമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അത് ആഴത്തിൽ നിന്ന് കയറി വരികയാണ്. സാത്താനിക ഉറവിടത്തിൽ നിന്നും കയറി വരുന്ന ആ മൃഗം ഇവരെ കൊല്ലുകയാണ്, ഇവരെ കൊല്ലുന്നു. അത് ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. കാരണം അതിന്റെ കാലസമ്പൂർണത വന്നു. അവർ ഈ സാക്ഷികൾ ഈ ഭൂമിയിൽ വന്ന് ദൈവം കൊടുത്തിരുന്ന സമയത്ത് അവർ പ്രവർത്തിച്ച് അവരുടെ ആ ഒരു കാലം തികയ്ക്കാനുള്ള സമയം വന്നപ്പോൾ ദൈവം അനുമതി കൊടുത്തു. അങ്ങനെ ആ ഒരു മൃഗം, ആ ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടിയ അല്ലെങ്കിൽ ഒരു സാത്താന്യ ശക്തിയുള്ള ആ ഒരു മൃഗം അവരോട് പടപെട്ടി അവരെ ജയിച്ച് അവരെ കൊന്നുകളയും. അപ്പൊ അവരെ കൊന്നുകളയാണ്, അവരോട് ജയിക്കാണ്. ഇത് കാണുമ്പോ നമുക്ക് വിചാരിക്കുന്നത് ദൈവം അയച്ചേക്കുന്നതല്ലേ, ദൈവം ഇങ്ങനെ അയച്ചിട്ട് പിന്നെ എന്തിനാ അവരെ കൊല്ലാൻ ഏൽപ്പിച്ചത്? ഇന്ന് നമ്മളിൽ പലരും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നതാണ്, ദൈവം എന്തിനങ്ങനെ ചെയ്തു, ദൈവം എന്തിനിങ്ങനെ ചെയ്തു? കാരണം മനുഷ്യൻ നിയന്ത്രിക്കുന്നത് പോലെ ദൈവം നടക്കണമെന്നാണ് ഇന്ന് മനുഷ്യന്റെ ആഗ്രഹം. എന്നാൽ ദൈവം വെച്ചേക്കുന്ന പദ്ധതിക്ക് അപ്പുറവും ഇപ്പുറവും ആയിട്ട് എങ്ങും മാറില്ല. ഒരു മനുഷ്യന്റെയും പദ്ധതികൾ ഇവിടെ നടക്കില്ല. എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ വരുന്നെങ്കിൽ അത് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടാണ്. ആഴത്തിൽ നിന്നും കയറി വന്ന മൃഗം ഇവരെ കൊന്നുകളഞ്ഞു, ഇവരോട് പടവെട്ടി ജയിച്ചു കൊന്നുകളഞ്ഞു. അപ്പൊ നമ്മൾ അതുവരെ കണ്ടത് ഇവർക്കെതിരെ നിൽക്കുന്നവരിലേക്ക് തീ തുപ്പി അവരെ നശിപ്പിച്ചു കളയുവാനും, അത് മാത്രവുമല്ല എന്ത് ബാധകൾ വരുത്തുവാനും, എല്ലാത്തിനും വെള്ളത്തെ രക്തമാക്കുവാനും, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും അധികാരമുണ്ടായിരുന്നവർ അവിടെ ഈ മൃഗത്തിന്റെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവിടെ ഈ മൃഗം എന്ത് ചെയ്ത് അവരെ ജയിച്ചു കൊന്നുകളയും. 8-ാമത്തെ വാക്യത്തിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. കർത്താവ് ക്രൂശിക്കപ്പെട്ട മഹാനഗരം, ആത്മീയമായി അത് സോദോം മിസ്രയീം എന്നുള്ള രീതിയിലേക്ക് അവിടെ കാണിക്കുകയാണ്. കർത്താവിനെ ക്രൂശിച്ചു കൊടുത്ത ആ സ്ഥലം, ക്രൂശിക്കാൻ കൊണ്ടുപോയ ആ സ്ഥലം, ഇത് യെരുശലേം തന്നെയാണ്. ക്രൂശിക്കൽ നടന്ന നഗരം സോദോം എന്ന് പറഞ്ഞാൽ അശുദ്ധി കൊണ്ട്, പാപം കൊണ്ട് തിങ്ങി വീർത്തൊരു നഗരം. മിസ്രയീം എന്നുള്ളത് അടിമത്തത്തിന്റെയും ദൈവവിരോധത്തിന്റെയുമായിട്ടുള്ള ആ ഒരു നഗരം. നഗരം നിലനിൽക്കുന്നു, പക്ഷേ ആത്മീയ അവസ്ഥ വീണുപോയി എന്ന് വീണ്ടും അവിടെ കാണിക്കുകയാണ്. അപ്പോ ആ ഒരു കർത്താവിനെ ക്രൂശിച്ച ആ യെരുശലേമിന്റെ ഒരവസ്ഥ, അപ്പോഴും യെരുശലേമിന്റെ ഒരു അവസ്ഥ കാണിക്കുന്നത് സോദോമിനെയും മിസ്രയീമിനെയും അവിടെ എടുത്തു പറഞ്ഞ് കാണിക്കുകയാണ്. അശുദ്ധി, അടിമത്വവും ദൈവവിരോധവും നിറഞ്ഞു നിൽക്കുന്ന, അത്രയും പാപത്താൽ നിറഞ്ഞു കിടക്കുന്ന, അശുദ്ധിയിൽ കിടക്കുന്ന ഒരു നഗരമായിട്ട് അവിടെ ദൈവം വചനത്തിൽ പറഞ്ഞേക്കാണ്. മഹാനഗരത്തിന്റെ വീതിയിൽ, അതിന്റെ വഴിയില് അവരുടെ ശവം കിടക്കും. അപ്പൊ ആ ശവം ഒരു അനാഥമായിട്ട്, നമുക്കറിയാം ഇന്ന് നമ്മുടെ കാലഘട്ടത്തില് ഒരു ശവം, ഒരു നായുടെ ശവമാണെങ്കിൽ പോലും തെരുവിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ആരെങ്കിലും എടുത്ത് ആ നാറ്റം അടിക്കാതിരിക്കാൻ ആരെങ്കിലും എടുത്ത് അതിനെ ഡിസ്പോസ് ചെയ്യും, കുഴിച്ചിടാറുണ്ട്. ഇവിടെ എന്നാൽ ഈ 3.5 ദിവസവും ഈ തെരുവിൽ കിടക്കുകയാണ് ഇവരുടെ ശവം. ഈ 2 സാക്ഷികളുടെ ശവം ഈ തെരുവിൽ കിടക്കുകയാണ്. ഒരു അനാഥത്വമായിട്ട് ഈ ശവം അവിടെ തെരുവില് കിടക്കുന്നു. 9-ാം വാക്യം, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ആലോചിച്ചു നോക്കിയേ, എത്ര വർഷം മുമ്പ്, 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ഈ വെളിപ്പാട് പുസ്തകം. അന്ന് ഈ ഇന്റർനെറ്റിന്റെയോ ടിവിയുടെയോ ലൈവ് ബ്രോഡ്കാസ്റ്റിന്റെയോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെ ഉണ്ടാവാൻ പോണെന്നോ ഇങ്ങനാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ പരോക്ഷമായിട്ട് ഇവിടെ പറഞ്ഞേക്കാണ്, എല്ലാവരും കാണും. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ അന്ന് അത് വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് എങ്ങനെ ആൾക്കാർ കാണാനാ? അപ്പോസ്തലന്മാര് പോലും പല സ്ഥലങ്ങളിലേക്ക് ഭാഗിച്ചു പോയിട്ട് അവർക്ക് തന്നെയും തമ്മിൽ കാണുവാൻ ഇടയായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് തോമസ് അപ്പോസ്തലനെ കുറിച്ച്. അതിനുശേഷം എന്തുകൊണ്ട് ഇവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയതിനു ശേഷം എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ പിന്നൊന്നും കാണുന്നില്ല?
പല അപ്പോസ്തലന്മാരെ കുറിച്ചും കാണുന്നില്ല. അവിടെ എനിക്ക് ദൈവം തന്നൊരു ചിന്ത ഇതാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഭൂമിയുടെ അറ്റത്തോളം എത്തിയിരിക്കുന്നവർക്ക് തിരിച്ചു പിന്നെ ഇവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു. അവരവർ വന്നേക്കുന്ന വേലയിൽ അവർ വ്യാപൃതരായിക്കൊണ്ട് അതിൽ നിന്നൊരു 10 ദിവസം ലീവ് എടുത്തിട്ട് എന്തേലും മാർഗത്തിലൂടെ തിരിച്ചു ചെന്ന് അവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും വളരെ കഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം ഓരോരുത്തരും ചിതറിപ്പോയിരുന്നു. എന്നാൽ കാലഘട്ടം ഇന്ന് അങ്ങനെയല്ല. ഏത് മനുഷ്യൻ എവിടെ ഉണ്ടെങ്കിലും ഇന്റർനെറ്റിന്റെയും ഫോണിന്റെയും ഒക്കെ സാഹചര്യത്തിൽ നമ്മൾ അവരെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമാണ്. ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്, സകലരും ഈ ശവം തെരുവിൽ കിടക്കുന്നത് കാണും. അത് എല്ലാ വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും എല്ലാം കാണുകയാണ്. ഈ ശവം 3.5 ദിവസം കിടക്കും. ഈ ഒരു ശവത്തെ കല്ലറയ്ക്കുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. ആലോചിച്ചൊക്കെ ഈ കാലഘട്ടത്തിന്റെ മാറ്റം വന്നേക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോ 3.5 ദിവസം ഒരു ശവം കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു നാറ്റം വെച്ച് തുടങ്ങുന്ന അവസ്ഥ ആയി കഴിഞ്ഞു. നാറ്റത്തിന്റെ ഒരു പുഴു കയറുന്ന സമയമായി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് തന്നെ നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെടുന്നു. അത്രയും ആന്തരിക അവയവങ്ങൾ ജീർണിച്ചു തുടങ്ങുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമുക്ക് തിരിച്ചറിയാം. അവിടെ 3.5 ദിവസം ഈ സാക്ഷികളുടെ ശവം തെരുവിൽ കിടക്കുകയാണ്. സകലരും വാർത്താ വിനിമയങ്ങളിലൂടെ ഓൺലൈനിലൂടെ ലൈവ് കാണുകയാണ്. കണ്ടിട്ട് പിന്നെ ഇവരെന്താ ചെയ്തതെന്നറിയോ? 10ാമത്തെ വാക്യം, ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യ സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനങ്ങളെ മൊത്തം പീഡിപ്പിച്ചു. കാരണം ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളെ, ദൈവത്തിനെ വിട്ടു നിൽക്കുന്ന വ്യക്തികളെ, വിഗ്രഹാരാധനയിലൂടെയും മറ്റു കാര്യങ്ങളിലേക്കും പെട്ടുപോകുന്ന വ്യക്തികളെ അവിടെ എന്ത് ചെയ്തു? അവർ ദണ്ഡിപ്പിച്ചു. അങ്ങനെ ദണ്ഡിപ്പിച്ചപ്പോൾ ആ ഒരു ദണ്ഡനങ്ങളും ഇവരെ കൊണ്ടുള്ള കാരണം അടുക്കാൻ പറ്റില്ലല്ലോ, തീതുപ്പും, വെള്ളം കൊടുക്കത്തില്ല. വെള്ളം എങ്ങനെയാണ്? മൊത്തം രക്തമാക്കി കളയുന്നു. മഴ പെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പീഡകൾ ഉണ്ടാകുന്നത് ഇവർക്ക് തിരിച്ചറിയാം. അപ്പൊ ഈ മൃഗം വന്ന് ഇവരെ കൊന്നു കളഞ്ഞപ്പോൾ സകലരും സന്തോഷിക്കുകയാണ്. അവർ സന്തോഷിച്ച് അന്യോന്യ സമ്മാനം കൊടുത്തയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം അവർക്ക് അപ്പോഴാണ് വിടുതല കിട്ടി, അവരെ മോചിച്ചു, അവര് സ്വതന്ത്രരായി എന്ന് ചിന്തിക്കുന്നു ബുദ്ധിഹീനരായിട്ടുള്ള മനുഷ്യർ. ഇന്നും അങ്ങനെയാണ്. ദൈവത്തെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർക്ക്, കേൾക്കുന്നവർക്ക് ഇറിറ്റേഷനാണ്. സത്യത്തെ മനസ്സിലാക്കുന്നില്ല. അവരെ കൊല്ലാനും ദണ്ഡിപ്പിക്കാനും ഇന്ന് സമൂഹത്തിലുള്ള വ്യക്തികളാണ് നിൽക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തവനായിട്ടുള്ള യേശു ക്രിസ്തുവിനെയാണ്. ഒരു ജാതിയെയോ മതത്തെയോ അല്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ ഒരു രക്ഷ അത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യരും അവരവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് സ്വയം വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്താം. ഇത് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് പീഡനങ്ങൾ ഇന്ന് വരികയാണ്. അപ്പോ അന്ന് ഈ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് സാക്ഷികൾ വന്ന് അവരെ ദണ്ഡിപ്പിച്ച കാരണം കൊണ്ട് തന്നെ ഇവർ മരിച്ചപ്പോൾ അവർ ഏറ്റവും സന്തോഷിക്കുകയാണ് ചെയ്തത്. അത് അവസാനത്തെ സന്തോഷമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം പിശാചിന്റെ പിടിമുറുക്കത്തിലേക്ക്, അവന്റെ ചങ്ങലയുടെ മുറുക്കത്തിലേക്ക് വീണു പോവുകയാണ് മനുഷ്യർ. തിരിച്ചറിയാതെ കണ്ട് അവർ ഇതിങ്ങനെ പ്രവർത്തിക്കുന്നു. 11ാമത്തെ വാക്യം, 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അപ്പൊ 3.5 ദിവസം ഇവരെ കല്ലറയിൽ വെക്കാൻ സമ്മതിക്കാതെ തെരുവിൽ കിടക്കുന്ന ഈ ശവങ്ങളെ നോക്കി എല്ലാവരും സന്തോഷിക്കുകയും ആർത്താഹ്ലാദിക്കുകയും സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങേയറ്റ സന്തോഷമായിട്ട് ഇവർ ആഘോഷിച്ച് നിൽക്കുമ്പോൾ കാണാം 3.5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശവങ്ങൾ, അവർ രണ്ടുപേരും, ഈ സാക്ഷികൾ രണ്ടുപേരും അങ്ങ് എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ശേഷിച്ചവർ എന്ത് ചെയ്തു? ഭയപരവശരായി. 12ാമത്തെ വാക്യം,
ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. വേദപുസ്തകം പല സ്ഥലങ്ങളിലും പറയുന്ന കാര്യമുണ്ട്, ബുദ്ധിയുള്ളവർ, നീ എഴുതിയത് മുദ്രയിട്ടേക്കുക, ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ, ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന്. ബുദ്ധിയുള്ളവർക്ക് ഗ്രഹിക്കണം, ഗ്രഹിച്ചതിനെ മനസ്സിലാക്കണം. ചിലർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഇവിടെ കയറി വരുവിൻ, ഇതേ വാക്യം നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കയറി വരുവിൻ. അപ്പോ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ 11-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഈ വിധ കഷ്ടങ്ങളിലൂടെ ദൈവം കടത്തിവിടാതെ ദൈവം ഇതിന്റെ ഇടയ്ക്ക് രഹസ്യമായിട്ട് തന്റെ മണവാട്ടിയെ ചേർത്തുകൊള്ളും. അതിനാണ് പറയുന്നത്, ഇപ്പോൾ തന്നെ രക്ഷയിലേക്ക് വാ, ഈ മഹാകഷ്ടങ്ങളിലൊന്നും പെട്ടുപോകണ്ട, ഇപ്പോൾ തന്നെ രക്ഷയിലേക്ക് വാ. അപ്പൊ ഈ രണ്ടുപേരോടും ഈ സാക്ഷികളോടും ദൈവം പറയുകയാണ്, ഇവിടെ കയറി വരുവിൻ എന്ന്. സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പൊ ഉയർത്തെഴുന്നേറ്റ്, മരിച്ചിട്ട് അടക്കപ്പെടാതെ അവർ ഉയർത്തെഴുന്നേറ്റ് ഈ സാക്ഷികളെ ദുഷിച്ചവരെയും നിന്ദിച്ചവരെയും കളിയാക്കിയവരെയും പരിഹസിച്ചവരെയും അവർക്കെതിരായി ആർത്ത് സന്തോഷിച്ചവരെയൊക്കെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇവർ സ്വർഗത്തിലേക്ക് കയറുകയാണ് ഉണ്ടായത്. അപ്പൊ അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ശത്രുക്കൾ അന്നേരം എന്ത് ചെയ്തു? നോക്കിക്കൊണ്ടിരുന്നു. ഇന്നും ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ഇന്ന് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് ഈ നിത്യ നരകത്തിലേക്കൊക്കെ പോകാതെ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് രക്ഷയിലേക്ക് വാ എന്ന് പറയുമ്പോൾ പലരും ഇന്ന് ഞങ്ങളെ പോലുള്ളവരെ പീഡിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനം പറയുമ്പോൾ, ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ, നാം സുവിശേഷം അറിയിക്കുമ്പോഴൊക്കെയും നമുക്ക് പരിഹാസവും നിന്നയൊക്കെയുമാണ്. എന്നാൽ നിങ്ങൾക്ക് ഭയം വരുന്നൊരു നാൾ വരാൻ പോവുകയാണ്. ആ ഭയം വരുന്ന നാളിന് മുമ്പ് ഇന്നീ പറയുന്നത് ജാതിക്കോ മതത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഒരു ജാതിയോ മതമോ ഒരു മറ്റു കാര്യങ്ങളോ ഒരു പ്രസ്ഥാനമോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ സത്യം തിരിച്ചറിയുക, അത് മാത്രമേ ഉള്ളൂ ഈ സുവിശേഷം അറിയിക്കുന്ന ഞങ്ങളെ പോലുള്ളവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഇവിടെ അവന്റെ എതിർത്തവർ, അവരുടെ ശത്രുക്കൾ, അവർ നോക്കി നിന്നു. ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്നൊരുക്കുന്ന കർത്താവാണ്. ശത്രുക്കൾക്ക് മുമ്പാകെ നമ്മളെ മാനിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് വിചാരിക്കും, എന്നെ ഇത്രയിട്ട് പീഡിപ്പിക്കുന്നു, എന്നെ ഇത്രയും പേർ തള്ളിപ്പറയുന്നു, എന്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടതാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് കൊള്ളുവാൻ കർത്താവ് ഒരുക്കമാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല, പക്ഷേ നമ്മൾ ഇപ്പോഴും കർത്താവിന്റെ ഉള്ളം കയ്യിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒടുങ്ങിപ്പോകേണ്ടിയിരുന്ന പിശാച് പലപ്പോഴും നമ്മളെ അടിച്ച് തകർക്കുവാൻ നോക്കിയപ്പോഴും കർത്താവ് നമ്മളെ വിടുവിച്ച് തന്റെ ഉള്ളം കയ്യിൽ നമ്മളെ വഹിച്ചിരിക്കുന്നത് നമ്മളത് തിരിച്ചറിയുക. ആമേൻ. കർത്താവിന്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ആദ്യോടന്തം വരെ ഉണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നുള്ളത് ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പരസ്യമായി നമ്മുടെ ശത്രുക്കൾക്ക് മുമ്പിൽ നമുക്ക് മേശ ഒരുക്കുന്ന ദൈവമാണ്. അന്ന് നമുക്കെതിരെ തിരിയുന്ന വ്യക്തികൾ, നമുക്കെതിരെ ഇന്ന് തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരാതെ നിൽക്കുന്ന വ്യക്തികൾ അന്ന് തിരിച്ചറിയാം ഈ ഘോരം സംസാരിച്ചത് എന്തിനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നവരെ നോക്കി വിധിച്ചുകൊണ്ടിരിക്കുക, അവർക്കെതിരെ ട്രോളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ലോകത്തിൽ കുറച്ച് ചിലപ്പോൾ യൂട്യൂബ് തരുന്ന പൈസയ്ക്കോ ഫേസ്ബുക്ക് തരുന്ന പൈസയ്ക്കോ ഒക്കെ നമുക്ക് അതൊക്കെ ഉപകാരപ്പെടും. പക്ഷെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ യേശുവിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് കർത്താവിന്റെ പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അവരുടെ ശത്രുക്കൾ അവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 13-ാമത്തെ വാക്യം, ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി, നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു.
അപ്പോ ഭൂകമ്പം ആ ഒരു സമയത്ത് വീണ്ടും ദൈവക്രോധം അവിടെ കാണുകയാണ്. വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ആ ഭൂകമ്പം ഉണ്ടായപ്പോ നഗരത്തിന്റെ 10 ഇടിഞ്ഞു വീഴുന്നു. നമ്മൾ ഇത് ചിന്തിക്കുക, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഇത് നടക്കുന്നു, ഈ ഇടിഞ്ഞു വീഴൽ ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കരുത്. ലോകമെമ്പാടും ഇത് സംഭവിക്കും. കാരണം ലോകമെമ്പാടുമാണ് ഈ സാക്ഷികൾ മരിച്ചു കിടന്നപ്പോൾ ആനന്ദിച്ചത് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പൊ നഗരത്തിന്റെ 10 ഇടിഞ്ഞു വീഴും. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ഈ 7000 പേര് അവിടെ ആ ഒരു ഭൂകമ്പത്തിലൂടെ തന്നെ മരിച്ചു പോകുന്നു. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ അതിനുശേഷം കുറെ ആൾക്കാര്, കുറച്ച് വളരെ തുച്ഛം പേര് അവിടെ എന്ത് ചെയ്തു? ശേഷിച്ചവർ അവിടെ അതിനുശേഷം ഉണ്ടായിരുന്ന കുറച്ചുപേർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ആ ഒരു കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. അപ്പൊ ഇതെല്ലാം ക്രമത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്ത് എന്നെല്ലാം വേഗത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഷ്ടങ്ങളൊക്കെ വന്നാലും, ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാം നടന്നിരുന്നാലും ആൾക്കാർ ഇന്നും ഇതിനെ അങ്ങോട്ട് വിശ്വസിക്കാതെ എന്തോ തങ്ങളുടെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. എന്നാൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഒന്നും വേണ്ട. നിങ്ങൾ കർത്താവായ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്തിനു വിശ്വസിക്കണം? ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശു ഒരു പ്രവാചകനല്ല, ഒരു മനുഷ്യരൂപമെടുത്തു. മനുഷ്യരെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യം ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് ജഡരക്തത്തോടുകൂടി ഇവിടെ ജീവിച്ച്, ഇവിടെ മനുഷ്യരെ പാപങ്ങളെ വഹിച്ചു, സ്വന്തം ശരീരത്തിൽ വഹിച്ചു, സാത്താനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ ആ രക്ഷ നിങ്ങൾക്ക് ദാനമായി ലഭിക്കും. അപ്പോ ഈ കഷ്ടത്തിലേക്ക്, ഈ പീഡകളിലേക്ക് പെട്ടുപോകാതെ സഭയോട് ചേർന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ചേരുവാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ എല്ലാവരെയും ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. സർവേശ്വരന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന്റെ വചനം വസിക്കുവാൻ ദൈവം നിങ്ങളെയും ആകർഷിക്കട്ടെ. കാരണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് വരുന്നില്ല. ആ പുത്രന്റെ അടുക്കലേക്ക് വരുവാൻ, പുത്രന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, പുത്രനെ തിരിച്ചറിയുവാൻ, ആ പുത്രനൊപ്പം വസിക്കുവാൻ പിതാവ് നിങ്ങളെ ഒന്ന് ആകർഷിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.